ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 57-ഉം 58-ഉം തിരുവചനങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. യേശുവിലും അവൻ്റെ ശിഷ്യരിലും ആകൃഷ്ടനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തൻ്റെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹം തുറന്നു പറയുന്ന സമയം. യേശുവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന ആഗ്രഹം. യേശു ആ മനുഷ്യനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച ആ മനുഷ്യനോട് തൻ്റെ യഥാർത്ഥ സാഹചര്യം വെളിപ്പെടുത്തുന്ന യേശു. അങ്ങനെയുള്ള തന്നെ അനുഗമിക്കുക എന്ന് വെച്ചാൽ അത് വളരെയധികം ത്യാഗത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും വഴിയാണ് എന്ന് ആ മനുഷ്യനോട് പറയുന്ന യേശു. ഈ തിരുവചനത്തിലൂടെ യേശു തന്നെക്കുറിച്ച് തന്നെ പറയാതെ പറയുകയാണ്. സാക്ഷാൽ ദൈവമായ സകല സൃഷ്ടിയുടെയും കർത്താവായ താൻ ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ലാത്തവനായി അനേകം മനുഷ്യാത്മാക്കളിലേക്ക് വെളിച്ചം പകരുവാൻ, അവർക്ക് സൗഖ്യം നൽകുവാൻ, ദരിദ്രരോട് സുവിശേഷം പറയുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് സാധാരണ ജനങ്ങളോടും അശരണരോടും പറയുവാനായി ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ലാത്തവനായി ജീവിക്കുകയാണ് താൻ. അങ്ങനെയുള്ള തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ മനുഷ്യനോട് തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം സ്വീകരിക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന യേശു. കുറുനരികൾക്കുള്ള മാളമോ ആകാശത്തിലെ പക്ഷികൾക്കുള്ള കൂടുകളോ പോലെ ഒരിടത്തും തല ചായ്ക്കാൻ മനുഷ്യപുത്രനായ തനിക്ക് സ്ഥലമില്ല എന്ന സത്യം തുറന്നു പറയുന്ന യേശു. അങ്ങനെയുള്ള താൻ എങ്ങും തങ്ങാതെ തനിക്ക് തൻ്റെ പിതാവാം ദൈവം തന്നിട്ടുള്ള ദൗത്യം, തനിക്ക് തന്നിട്ടുള്ള ചെറിയ സമയത്തിനുള്ളിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് താൻ നടക്കുകയാണ് തൻ്റെ കുരിശിലേക്കുള്ള യാത്രയുടെ വഴിയിൽ. അന്ന് ആ മനുഷ്യൻ ഉത്സാഹത്തോടെ മനുഷ്യപുത്രന് തലചായ്ക്കാൻ സ്ഥലമില്ല എന്ന യേശുവിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷവും യേശുവിനെ അനുഗമിച്ചിട്ടുണ്ടാകാം. കാരണം ആ മനുഷ്യൻ്റെ ആഗ്രഹം അത്ര ശക്തമായിരുന്നു. ഇന്ന് നമുക്കും ശക്തമായി നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കാം, നമ്മുടെ ശിഷ്ടമുള്ള ഈ ലോക ജീവിതത്തിൽ അവനെ കേൾക്കുവാൻ, അവൻ നമ്മോട് ആവശ്യപ്പെടുന്ന പോലെ തലചായ്ക്കാൻ ഇടമില്ലാത്തവരിൽ യേശുവിൻ്റെ മുഖം കണ്ട് അവരെ കരുതുന്നതിലൂടെ യേശുവിനെ കരുതുന്നവരായി, അങ്ങനെ നാം പോലും അറിയാതെ യേശുവിനെ അനുഗമിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.